കൗതുകത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദിനിയാണെങ്കിൽ വിനായകരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ പേരെങ്ങാനും പറഞ്ഞാൽ നിങ്ങൾ അതങ്ങ് നിഷേധിക്കണം. അതെന്തിനെന്ന് വിനായകൻ ചോദിക്കുകയാണ്. നിങ്ങൾ പറയണം അവളും അവളുടെ പഴയ കാമുകൻ കല്യാണം കഴിക്കാണ്ടിരുന്ന ആ വക്കീലും കൂടെ ചേർന്നുണ്ടാക്കിയ കഥയാണെന്ന് പറയുകയാണ്. ഇതൊക്കെ വിനായകൻ എന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ അവളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പോലും വർഷങ്ങൾക്ക് മുമ്പുള്ള തെളിവ് ആര് വിശ്വസിക്കാനാ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് വിനായകത്ത് ചോദിക്കുകയാണ് നന്ദിനി. നന്ദിനിക്ക് ഇപ്പോഴും മാഷ് പോയതിൻ്റെ സങ്കടം ഒന്നുമില്ല. ഈ സമയത്താണെങ്കിൽ ഈജയാണെങ്കിൽ കമലമ്മ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കഞ്ഞിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമലമ്മ പറയാണ്, വേണ്ട, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട എന്ന് പറയുകയാണ്. മാഷ് എവിടാണെന്നറിയാതെ എനിക്കൊരു സമാധാനവും ഇല്ലെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ വേദ അങ്ങോട്ട് വരികയാണ്. വേദ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം, അമ്മ ഇതെന്താ കഴിക്കാത്ത? അച്ഛൻ ഇങ്ങനെ എത്തുമല്ലോ, അമ്മ ഇങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അച്ഛൻ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് വയ്യാതാവുമല്ലോ എന്നൊക്കെ ആണെങ്കിൽ വേദ കമലമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. കമലമ്മ പറയാണ്, എന്നാലും എൻ്റെ മാഷ് എന്നോട് ഒന്നും പറയാതെ എങ്ങോട്ടാണ് പോയത്, എവിടാണെന്ന് അറിയാനും വയ്യാലോ. ഒക്കെ ഒരു കാര്യം അറിയാവോ, എൻ്റെ വയറ്റിൽ കിടന്ന് തന്നെ ചോര വാർന്നൊലിച്ച് ഗർഭലസിപ്പോണ്ട ഒരു കുഞ്ഞിനെ നോറ്റ് അയ്യനെ കണ്ട് തിരിച്ചെടുത്ത് ആ കുഞ്ഞ് വിക്രം, അവൻ തന്നെ അയ്യപ്പനെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മാഷ് തീർച്ചയായും തിരിച്ചു വരും എന്നും പറഞ്ഞ് കമലമ്മ വലിയ സങ്കടത്തോടെ കരയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്കും ശ്രീജയ്ക്കും ഒക്കെ വിഷമം വരുന്നുണ്ട്. അമ്മ സമാധാനമായിട്ടിരിക്കെ, എന്തായാലും നമ്മുടെ അച്ഛൻ തിരിച്ചു വരും എന്ന് പറയണം. പക്ഷേ കമലമ്മ ഇത് പറയുന്നത് വിക്രം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. വിക്രത്തിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടെ ചെന്നിരുന്ന് നന്നായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. എന്നിട്ട് കൈകൂപ്പി നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛൻ തിരിച്ചു വരുന്നതന്നെ എന്ന് ഭഗവാനോട് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രം. കണ്ടുകൊണ്ട് വേദ അങ്ങോട്ട് വരികയാണ്. വേദയാണെങ്കിൽ വിക്രത്തിനോട് ചോദിക്കുകയാണ്, വിക്രം എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛൻ എന്തായാലും വരാതിരിക്കത്തില്ല, അച്ഛൻ വരും. അച്ഛൻ എവിടെ പോകാനാ? പിന്നെ വിക്രം ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ വിഷമമാകത്തുള്ളൂ. വിക്രം വർക്ക്ഷോപ്പിൽ പോയി അവരെല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് കുറേ ആശ്വാസം കിട്ടും. ഇവിടെ തന്നെ ഇരുന്നാൽ വിഷമം കൂടത്തേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പറഞ്ഞു വിടുകയാണ് വേദ. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെല്ലുന്ന വിക്രം ആണെങ്കിൽ രാജേട്ടനോടും കുട്ടനടുത്തും ഒക്കെ കാര്യം പറയുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് പോയിടം തൊട്ട് ഒരു വണ്ടി പുറകെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാനത് വേദയെടുത്ത് പറയുകയും ചെയ്ത് ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് പറയാണ്. രാജേട്ടൻ ചോദിക്കുകയാണ്, ഇനി അവരാരെങ്കിലും അതാരാന്ന് നമുക്കറിയത്തില്ലല്ലോ, നീ ആരെങ്കിലും അച്ഛനെ എങ്ങാനും കിഡ്നാപ്പ് എങ്ങാനും ചെയ്തതാണോ എന്ന് വിക്രത്തിനോട് ചോദിക്കുകയാണ്. നീൻകുട്ടൻ പറയാണ്, അതാരാണെന്ന് അറിയത്തില്ലല്ലോ, വാസവനോ ഇനി നന്ദിനി ഏട്ടത്തി പറഞ്ഞ പോലെ ശ്രീനി സാറോ എങ്ങാണോ ആയിരുന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ശ്രീനി സാർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ കാര്യം അറിയാലോ, ഞാൻ ഒരിക്കലും വേദയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യവും ശ്രീനി സാറിന് അറിയാം. അതുകൊണ്ട് ശ്രീനി സാർ ഒരിക്കലും ചെയ്യത്തില്ല. എനിക്ക് സംശയം ആ വാസവനെ തന്നെ ആയിരുന്നു. അവൻ മിക്കവാറും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. തെളിവില്ലാതെ നമ്മൾ എന്ത് പറയാനാ എന്ന് രാജേട്ടൻ ചോദിക്കുകയാണ്. വിക്രം പറയാണ്, അമ്മയുടെ കാര്യമാണ് വളരെ കഷ്ടം. അമ്മയാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഒരു പരുവമായി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന്, ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. എന്നോടുള്ള വിരോധം കൊണ്ടാണ് ഇത് ചെയ്തെങ്കിൽ എന്നെ കൊണ്ടുപോയാൽ പോരെ, അല്ലെങ്കിൽ എന്നോട് തീർത്താൽ പോരെ, പാവം അച്ഛനെ അവന്മാരെന്തിനാ തിരഞ്ഞെടുത്തേ എന്ന് ചോദിക്കുകയാണ്. നന്ദിനി ഏട്ടത്തി പറഞ്ഞ പോലെ ആരെങ്കിലും എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയാണെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് വിക്രം പറയാണ്. ചേട്ടൻ പറയാണ്, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അച്ഛനാണെങ്കിൽ എവിടെയെങ്കിലും വരെ ഒന്ന് പോയതായിരിക്കും. അച്ഛനെങ്കിൽ തിരിച്ചെത്തിക്കോളും, വിഷമിക്കേണ്ട, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വിക്രത്തെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ ഭയങ്കര വിഷവും വിഷമിച്ച് ഭയങ്കരമായിട്ടിരിക്കുകയാണ്. ശ്രീ പ്രോഡക്ട്സിലെ കാര്യങ്ങളും ഒന്നും ചെയ്തു തുടങ്ങിയില്ല. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. വിശ്വം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ശ്രീജയ്ക്ക് വിഷമം വന്ന് ശ്രീജ വന്നിട്ട് പറയാണ്, ചേട്ടാ വിഷമിക്കേണ്ട, കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വരും. അച്ഛൻ തിരിച്ചു വരും. അച്ഛൻ എവിടെ പോകാനാ? നമ്മളെയൊന്നും കളഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. അച്ഛൻ തിരിച്ചു വരും വിശ്വേട്ടാ എന്ന് പറയാണ്. വിശ്വം പറയാണ്, എന്നാലും അച്ഛൻ ആരോടും പറയാതെ എവിടെ പോയതാ? അച്ഛനും വിക്രവും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി അവർ തമ്മിലൊന്ന് സന്തോഷിച്ച് വന്നത്. അന്നേരമാണ് അച്ഛൻ ഇങ്ങനെ പോയേക്കുന്നത്. അച്ഛൻ എന്തെങ്കിലും അപകടം പറ്റിക്കാണോ എന്ന് വിശ്വം ചോദിക്കണം. അപ്പോൾ ശ്രീജ പറയാണ്, ഏയ് അച്ഛൻ എന്ത് അപകടം പറ്റാനാ? അച്ഛനെങ്ങൊന്നും പറ്റിക്കാണത്തില്ല. അച്ഛനാണെങ്കിൽ നടന്നു പോകുന്നത് നമ്മൾ കണ്ടേ ഇല്ലേ? വിശ്വം പറയാണ്, അതാ എൻ്റെ പേടി. അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് നന്നായിട്ട് നടന്നിറങ്ങിപ്പോയി. പിന്നെ അച്ഛൻ എങ്ങോട്ട് പോയി? അതിലൊരു CCTV അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ മറ്റേ CCTV, രണ്ടാമത്തെ CCTVയിൽ അച്ഛൻ്റെ ഫോട്ടോ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അച്ഛൻ എന്ത് പറ്റി? അറിയാൻ വയ്യ. അച്ഛനിനി എന്തെങ്കിലും പറ്റി കാണുമോ ശ്രീജയെ എന്നും പറഞ്ഞിട്ട് വിശ്വം വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയാണ്, ഒന്നും പറ്റി കാണത്തില്ല, വിശ്വട്ടം വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.